സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് കഴിഞ്ഞ ദിവസം വടക്കേ അമേരിക്കയിൽ അനുഭവപ്പെട്ടത്. അതൊരു പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ നമുക്കിത് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ കാണുന്ന സമയം മെക്സിക്കോയിൽ നട്ടുച്ച സമയമായിരുന്നു. പെട്ടെന്നാണ് അവിടെ ഇരുട്ടായിട്ട് മാറിയത്. എർത്തും അതേപോലെ മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കുന്ന സമയത്ത് ഈ ചന്ദ്രന്റെ നിഴല് സൂര്യന്റെ കേന്ദ്ര ഭാഗത്തായിരിക്കും, ഈ സെന്റർ പോർഷനിലായിരിക്കും കാണാൻ പറ്റുക. അപ്പൊ സൂര്യന്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം നമുക്കൊരു വലയം പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. ഈ സൂര്യഗ്രഹണത്തെ നമ്മൾ വലയ സൂര്യഗ്രഹണം അഥവാ ആനുവലാർ സോളാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ചന്ദ്രഗ്രഹണം ഇല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ എർത്ത് വരുന്ന സമയത്താണ് അവിടെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഏറ്റവും ഔട്ടർ ലെയർ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഔട്ടർ ലെയറിന് പറയുന്ന പേരെന്താണെന്നുള്ളത് എല്ലാവരും താഴത്ത് കമന്റ് ചെയ്യാം. ഓക്കെ.